നമസ്തേ ദോസ്തോ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹിന്ദി ദളിത് സാഹിത്യത്തിലെ ആത്മകഥകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ റൈറ്റേഴ്സ് ആരാണ് എന്നതാണ്. പല എക്സാമുകളിലും മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ദളിത് ആത്മകഥയും അവയുടെ റൈറ്റേഴ്സും വന്ന് കണ്ടിട്ടുണ്ട്. അല്ലാതെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. നമുക്ക് ആത്മകഥയിലേക്ക് പോകാം. ആത്മകഥ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും തന്നെ അറിയാം. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെയോ കാര്യങ്ങളെയോ ഒക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു രചനയാണ് ആത്മകഥ. ഒരു വ്യക്തി സ്വന്തമായിട്ട് എഴുതുന്നത്. ഫസ്റ്റ് വൺ ഭഗവാൻ ദാസിൻ്റെ മേം ബംഗി ഹൂം എന്ന് പറഞ്ഞ ആത്മകഥയാണ്. സെക്കൻഡ് വൺ മോഹൻദാസ് നൈമിഷ് റായുടെ അപ്നെ അപ്നെ പിഞ്ചരെ ബാഗ് ഏക് ഓർ ബാഗ് ദോ. മോഹൻദാസ് നൈമിഷ് റായ് ഹിന്ദി ദളിത് സാഹിത്യത്തിലെ വളരെ ഫേമസ് ആയൊരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് അപ്നെ അപ്നെ പിഞ്ചരെ. അത് ഭാഗ് 1ഉം ഭാഗ് 2ഉം ഉണ്ട്. 2 പാർട്ടായിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്നെ അപ്നെ പിഞ്ചരെ. പിഞ്ചരെ മീൻസ് കൂട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു രചനയാണ്. ഇതെന്തായാലും നോക്കണം. നെക്സ്റ്റ് വൺ ഓം പ്രകാശ് വാൽമീകി ജൂഠൻ. ഓം പ്രകാശ് വാൽമീകി എന്ന ദളിത് റൈറ്റർ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ ആത്മകഥയാണ് ജൂഠൻ. ഇത് പലപ്പോഴും പല ഭാഷകളിലും മലയാളത്തിലൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം ദളിതായി വ്യക്തിയായിട്ട് അനുഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതും 2 പാർട്ടായിട്ടാണുള്ളത്. ജൂഠൻ. ജൂഠൻ എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ എച്ചിൽ എന്നാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അടുത്തത് സൂരജ് പാൽ ചൗഹാൻ തിരസ്കൃത് സന്തപ്ത്. സൂരജ് പാൽ ചൗഹാൻ്റെ തിരസ്കൃത് സന്തപ്ത് ഈ ആത്മകഥകളാണ് ഉള്ളത്. അടുത്തത് രൂപ് നാരായൺ സോൻകർ നാഗ്ഫനി. രൂപ് നാരായൺ സോൻകറിൻ്റെ നാഗ്ഫനി. അടുത്തത് നെക്സ്റ്റ് വൺ ഷോരാജ് സിംഗ് ബേച്ചൈൻ മേരാ ബച്പൻ മേരെ കന്തോം പർ. എൻ്റെ കുട്ടിക്കാലം എൻ്റെ ചുമലുകളിൽ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓർക്കുമ്പോൾ അത് ശരിക്കും ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഓർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഷോരാജ് സിംഗ് ബേച്ചേൻ്റെ മേരാ ബച്പൻ മേരെ കന്തോം പർ. ഡോക്ടർ ധർമ്മവീർ. ധർമ്മവീറും വളരെ ഫേമസ് ആയ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മേരി പത്നി ഓർ ബേഡിയ. എൻ്റെ ഭാര്യയും ചെന്നായി. അങ്ങനെയൊക്കെ ഓർക്കാം. നെക്സ്റ്റ് റൈറ്ററാണ് ശരൺ കുമാർ ലിംബാലെ. ഇദ്ദേഹം വളരെ ഫേമസ് ആയ റൈറ്ററാണ് ശരൺ കുമാർ ലിംബാലെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ദളിത് ആത്മകഥയുടെ പേരാണ് അക്കർ മാഷി. അക്കർ മാഷി വളരെ ഫേമസ് ആയ ഒരു രചനയാണ്. ശരൺ കുമാർ ലിംബാലെ ഒരു പ്രസിദ്ധനായ മറാഠി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഈ രചനയെ നോട്ട് ചെയ്യണം. നെക്സ്റ്റ് രമാശങ്കർ ആര്യ ഗുട്ടൻ. രമാശങ്കർ ആര്യൻ്റെ ഗുട്ടൻ. ഈ ഗുട്ടൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം, ആ വേർഡിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സഫോക്കേഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ രമാശങ്കർ ആര്യ ഗുട്ടൻ അങ്ങനെയൊക്കെ വെച്ച് ഓർക്കുക. DR ജാട്ടവിൻ്റെ മേരാ സഫർ മേരി മൻസിൽ. DR ജാട്ടവിൻ്റെ മേരാ സഫർ മേരി മൻസിൽ. നെക്സ്റ്റ് മാതാ പ്രസാദ് ജോംപടി സി രാജ്ഭവൻ തക്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രചനയാണ്, ഒരു ആത്മകഥയാണ്. മാതാ പ്രസാദിൻ്റെ ഇതും പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ജോംപടി സി രാജ്ഭവൻ തക്, കുടിലിൽ നിന്ന് രാജ്ഭവൻ വരെ, അങ്ങനെയൊക്കെ ഓർക്കുക. ലക്ഷ്മൺ ഗായ്ക്വാഡിൻ്റെ ഉച്ചക്ക. ലക്ഷ്മൺ ഗായ്ക്വാഡ് ഉച്ചക്ക. അടുത്തത് നവേന്ദു മഹർഷി. ഇദ്ദേഹത്തിൻ്റെ 3-4 ആത്മകഥയുണ്ട്, അത് നോക്കാം. നവേന്ദു മഹർഷീൻ്റെ ആത്മകഥകളാണ് ഇൻസാൻ സെ ഈശ്വർ തക്, മേരെ മൻ കി ബൈബിൾ, രുക്കി ഹുയി റോഷ്നി, മേരാ ബച്പൻ ഓർ മേരാ സംഘർഷ്. അപ്പം നവേന്ദു മഹർഷീൻ്റെ ആത്മകഥകളുടെ പേര് നോക്കാം. ഇൻസാൻ സെ ഈശ്വർ തക്, മേരെ മൻ കി ബൈബിൾ, രുക്കി ഹുയി റോഷ്നി, മേരാ ബച്പൻ ഓർ മേരാ സംഘർഷ്. ഇതൊക്കെ ഇതിൻ്റെ വേർഡ് മീനിങ് വെച്ച് ഓർക്കുന്നതാണ് എപ്പോഴും എളുപ്പം. മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് വരെ. ഇൻസാൻ സെ ഈശ്വർ തക്, മേരെ മൻ കി ബൈബിൾ, എൻ്റെ മനസ്സിൻ്റെ ബൈബിൾ, രുക്കി ഹുയി റോഷ്നി, നിന്നുപോയ വെളിച്ചം, മേരാ ബച്പൻ ഓർ മേരാ സംഘർഷ്, എൻ്റെ കുട്ടിക്കാലം എൻ്റെ സംഘർഷങ്ങൾ. അങ്ങനെയൊക്കെ ഓർക്കുമ്പോഴാണ് എപ്പോഴും പരീക്ഷ ഹോളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് ഇതും ഫേമസ് ആയൊരു രചനയാണ് സുശീല ടാക്ബൗരയുടെ ഷിക്കഞ്ചേ കാ ദർദ്. ഇതും 1 വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ പലതവണ കണ്ടിട്ടുണ്ട്. സുശീല ടാക്ബൗരയുടെ ഷിക്കഞ്ചേ കാ ദർദ്. നെക്സ്റ്റ് കൗശല്യ വൈസന്ത്രി ദൊഹര അഭിഷാബ്. കൗശല്യ വൈസന്ത്രിയുടെ ദൊഹര അഭിഷാബ്.
അഭിശാപ് മീൻസ് ശാപം തന്നെ. രണ്ടാമത്തെ ശാപം എന്നൊക്കെ ഓർത്താൽ മതി. തുളസി റാമിൻ്റെ മുർദഹിയ, ഇതും വളരെ ഫേമസ് ആയ രചനയാണ്. തുളസി റാമിൻ്റെ മുർദഹിയ എന്ന് പറയുന്നത്. തുളസി റാമിൻ്റെ ആത്മകഥ 2 ഭാഗമായിട്ടാണുള്ളത്. അപ്പനെ അപ്പനെ പിഞ്ചരെ 2 ഭാഗം ഉള്ളതുപോലെ മോഹൻദാസ് നൈമിഷ് റായിൻ്റെ അപ്പനെ അപ്പനെ പിഞ്ചരെ എന്ന് പറയുന്ന ആത്മകഥയ്ക്ക് 2 പാർട്ട് ഉള്ളതുപോലെ ഭാഗ് 1 ഭാഗ് 2 ഉണ്ട്. പക്ഷെ അത് സെയിം പേരിലാണുള്ളത്. തുളസി റാമിൻ്റെ ആത്മകഥ 2 പാർട്ടായിട്ടുള്ളത് അതേപോലെ തന്നെ, പക്ഷെ അതിന് 2 പാർട്ടിൻ്റെ പേരും ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ പേരാണ് മുർദഹിയ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ പേരാണ് മണികർണിക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ രചനകളാണ്. ഇത് ഈ ആത്മകഥയും പ്രത്യേകം ഓർത്തു വെക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ദളിത് ആത്മകഥകളിലൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റൈറ്റേഴ്സ് അവരുടെ ജീവിതത്തിൽ, ഈ ദളിത് റൈറ്റേഴ്സ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ആ കഷ്ടപ്പാടുകളും സമൂഹത്തിന് അവർക്കുണ്ടായിരുന്ന ആ അവസ്ഥയും സമൂഹം എങ്ങനെയാണ് അവരെ കണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവരുടെ രചനകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയാണ് ഹിന്ദിയിലെ പ്രധാനപ്പെട്ട ദളിത് ആത്മകഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഫേമസ് ആയിട്ടുള്ള ദളിത് ആത്മകഥകളും അവയുടെ പേരും അതിൻ്റെ റൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതായിരുന്നു. ഈ ഏരിയയിൽ നിന്ന് പലപ്പോഴും മാച്ച് ദി ഫോളോയിങ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നു കണ്ടിട്ടുള്ളത്. അല്ലാതെയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിലും ചില ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് റൈറ്റ് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഏരിയ എന്തായാലും നോക്കി പോകേണ്ടതാണ്.